ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കൊരു മാത്സിൽ അടുത്തൊരു പ്രോബ്ലം നോക്കാം. അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണിത്. എ വെൻഡർ സെൽസ് ആർട്ടിക്കിൾ അറ്റ് 20% പ്രോഫിറ്റ്. ഇഫ് ഹി ഹാഡ് ബോട്ട് ഇറ്റ് അറ്റ് 20% ലെസ് പ്രൈസ് ആൻഡ് സോൾഡ് ഇറ്റ് അറ്റ് 30 ലെസ്, ഹി വുഡ് ഹാവ് ഗെയിൻഡ് 25%. ഫൈൻഡ് ദ ഒറിജിനൽ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ നമുക്കിവിടെ കണ്ടെത്തേണ്ടത് കോസ്റ്റ് പ്രൈസ് ആണ്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോർമൽ അദ്ദേഹം വിൽക്കുന്നത് 20% പ്രോഫിറ്റിലാണ് വിൽക്കുന്നത്. എന്നിട്ട് ഇഫ് ഹി ഹാഡ് ബോട്ട് ഇറ്റ് അറ്റ് 20% ലെസ്, അദ്ദേഹം അത് പർച്ചേസ് ചെയ്യുന്നത് 20% കുറച്ച് പർച്ചേസ് ചെയ്തിട്ടും സോൾഡ് ഇപ്പോഴത്തെ വിലയേക്കാളും 30 രൂപ കുറച്ച് വിറ്റാലും അദ്ദേഹത്തിന് 25% പ്രോഫിറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്കത് പതുക്കെ പതുക്കെ വായിച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ കോസ്റ്റാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം, വാല്യൂ എക്സ് ആയിട്ട് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റത്തെ അനലൈസ് ചെയ്യാം. അദ്ദേഹം 20% പ്രോഫിറ്റിലാണ് വിൽക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.2x ആണ്. അപ്പോൾ എക്സിൻ്റെ 1.2%, കോസ്റ്റ് നമുക്കറിയില്ല, അതിൻ്റെ 1. അപ്പോൾ ഇത് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി സെക്കൻഡ് പറയുന്നത് കോസ്റ്റ് 20% ലെസ് പ്രൈസിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കേസിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 20% ലെസ്, അപ്പോൾ 0.8x പ്ലസ് 25%. ഇതായിരിക്കും പുള്ളിയുടെ നെക്സ്റ്റ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഇത് സോർട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടുന്നത് 0.8 × 1.25/100. അപ്പോൾ ഇത് കിട്ടാൻ നേരത്ത് നമുക്ക് 1x കിട്ടും. ഇത് സോൾവ് ചെയ്യാൻ നേരത്ത് അങ്ങനെ കിട്ടും. 0.8xൻ്റെ 25% എന്ന് പറയുമ്പോൾ 1x ആണ്. അത് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ സെക്കൻഡ് ഇക്വേഷനും കിട്ടി. ഇനി പറയുന്നത് ഇപ്പോൾ 2 സെല്ലിംഗ് പ്രൈസ് കിട്ടി. ഇപ്പോൾ ഈ സെല്ലിംഗ് പ്രൈസിൻ്റെ ഡിഫറൻസ് 30 രൂപയാണെന്നാണ് പറയുന്നത്. 30 രൂപ കുറച്ച് വിറ്റിട്ടുണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ട് തമ്മിൽ ഇക്വേഷൻ ചെയ്യാൻ നേരത്ത് 1.2x മൈനസ് എക്സ് ഈക്വൽ ടു 30, ആ ഡിഫറൻസ് 30 രൂപയാണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ നേരത്ത് 0.2x ഈക്വൽ ടു 30 എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽ ടു 30/0.2. അപ്പോൾ നമുക്ക് ആൻസർ 150 കിട്ടും ആൻസർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 150 റുപ്പീസാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ശരിയാണോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ കണ്ടത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കോസ്റ്റ് പ്രൈസ് നമുക്ക് 150 ആണ് ആൻസർ കിട്ടിയത്. അപ്പോൾ ഫസ്റ്റത്തെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് 1.2x. അപ്പോൾ കണ്ടെത്താൻ നേരത്ത് സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 150 × 20% പ്ലസ് 20%. അപ്പോൾ 15ൻ്റെ 2 30, അപ്പോൾ 180 കിട്ടി. ഇനി നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പർച്ചേസ് ചെയ്യണത് 20% കുറവില്ല. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 150 ആണ്. ഇതേ മൈനസ് 20%. അപ്പോൾ നമുക്ക് 150യുടെ മൈനസ് 20% 120 കിട്ടി. 120 കിട്ടി. ഇനി പറഞ്ഞിട്ടുള്ളത് നമ്മൾ ആദ്യം 150 രൂപക്കാണ് സെല് ചെയ്തത്. അതിൽ നിന്ന് 30 രൂപ കുറക്കാൻ. അപ്പോൾ 150 ആണ് ആക്ച്വൽ പ്രൈസ് വരുന്നത്, സെല്ലിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ കോസ്റ്റ് 120. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് 30 ആണ്. അപ്പോൾ ഈ 30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25% ആണ്. 30/120 × 100 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25% ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റാണ്.